വിജയക്കൊടി പാറിച്ച് വനിതാ രത്നങ്ങളുടെ കഥകൾ ഇവിടെ തീരുന്നില്ല. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ കൂടെ ഇന്നും ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മളെ കുറേ നേരം വിശേഷങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് രസിപ്പിച്ച് മാൻവിയും ദീപനുമാണ്. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഓക്കെ, ദീപൻ ആൻഡ് മാൻവി, അപ്പോൾ റെഡ് കാർപ്പറ്റ് ഷോയിൽ നിങ്ങൾ വന്നിട്ട് അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദീപൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ മീറ്റ് ചെയ്തു, കുറേ പാട്ട് ഡാൻസ് എല്ലാം ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം. ഒരുപാട് ഫൺ ആൻഡ് ലാഫ്റ്റർ മൊമെന്റ്സ് റെഡ് കാർപ്പറ്റിൽ. മാത്രമല്ല നമ്മൾ ഒരുപാട് നല്ല നമ്മുടെ ബോണ്ടിങ് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ. അത് എപ്പോഴും ഇപ്പോൾ ഷൂട്ടില്ലാന്നുണ്ടെങ്കിലും സോസിയ വീട്ടിൽ വന്നു. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ അമൃത TV റെഡ് കാർപ്പറ്റിൽ ഈ റെഡ് കാർപ്പറ്റ് ഒരുക്കി തന്നതിന് ശരിക്കും അത് ഭയങ്കര സന്തോഷം. നോർമലി ദീപൻ എങ്ങനെയാണ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറഞ്ഞ ജീവിതത്തിൽ എത്രത്തോളം വാല്യൂബിൾ ആണ്? ഓഫ് കോഴ്സ് സോസിയയ്ക്ക് നന്നായിട്ട് അറിയാം. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ വളരെ ചൂസിയാണ് സുഹൃത്തുക്കളെ, കാരണം എല്ലാവരോടും പെട്ടെന്ന് ഞാൻ ക്ലോസ് ആവത്തില്ല. പക്ഷേ നമുക്ക് വൈബ് സെറ്റ് ആവുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. പിന്നെ അവരെ ഉടുമ്പ് പിടിക്കുന്ന പോലെ ഞാൻ പിടിക്കും. മാൻവിയുടെ എങ്ങനെയാണ് സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഓഫ് കൂട്ടുകാരുണ്ട്? കോളേജ്, നാട്, വീട്, ലൊക്കേഷൻ, അങ്ങനെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നിങ്ങളോട് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ചടപടേന്ന് ആൻസർ പറയണം. അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു ഡാൻസ് കാണാന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. നിങ്ങൾ എന്തും ചെയ്തോളൂ, അത് കാണാൻ നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പൊ പാട്ട് വെക്കട്ടെ. അപ്പൊ ഇവർക്ക് വേണ്ട ഒരു നല്ല പാട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് വേണ്ടി മനോഹരമായ നൃത്തം സമ്മാനിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. അടിപൊളി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. അതായത് ഞാൻ ചോദിക്കും, ആദ്യം ദീപനോട് ചോദിക്കും, ദീപൻ ആൻസർ ചെയ്യണം. പിന്നെ മാൻവി, ദീപൻ, മാൻവി, ദീപൻ, മാൻവി, അങ്ങനെ ഒട്ടും ടൈം എടുക്കാണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വേഗം വേഗം പറയണം. ആർ യു റെഡി? റെഡി. ഓക്കെ, ആദ്യം ദീപൻ. മായിൽ തുടങ്ങുന്ന ലാലേട്ടന്റെ 5 സിനിമകൾ വേഗം. മിന്നാരം, മായമയൂരം, മിഥുനം, രണ്ടെണ്ണം കൂടി. സമയം പോയി. മനുവങ്കിൾ ഉണ്ട്. പിന്നെ മിഥുനം പറഞ്ഞല്ലോ. മിഥുനൊക്കെ പറഞ്ഞു. ഓക്കെ, ടൈം ഔട്ട്. 4 പറഞ്ഞ്. മാടമ്പി ഉണ്ടായിരുന്നു ലാലേട്ടന്റെ, മാമ്പഴക്കാലം ഉണ്ടായിരുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആലോചിക്കാൻ പാടില്ല. ദിസ് ഇസ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. മാൻവിയാണ്. അപ്പൊ നീ 4 പറഞ്ഞ് കൗണ്ട് മനസ്സിൽ വെക്കണേ. പായിൽ തുടങ്ങുന്ന 5 പാട്ടുകൾ വേഗം. 2 വരി. പാതിരാക്കിളി പഞ്ചവർണ്ണ പൈങ്കിളിത്തത്തെ പാട്ടുപാടി ഉറക്കാം ഞാൻ, പാലാഴി തീരം കണ്ടു ഞാൻ. ഇനി ഒരെണ്ണം കൂടി. പഴന്തമിഴ്. വെരി ഗുഡ്.
ഇനി അടുത്ത ദീപൻ. കായൽ തുടങ്ങുന്ന 5 സ്ഥലങ്ങൾ. കായംകുളം, ആ. കളമശ്ശേരി, ആ. കിനാശ്ശേരി, കിനാശ്ശേരി. കളമശ്ശേരി, പോടാ. കോട്ടയം, കോട്ടയം, കൊല്ലം, കൊല്ലം, കൊട്ടിയം. കൊട്ടിയം. വെരി ഗുഡ്. ആയിൽ തുടങ്ങുന്ന 5 ഭക്ഷണങ്ങൾ. ആയിൽ, ആയിൽ. അപ്പം. അപ്പം. അത് കറക്റ്റാ പറയൂ. അപ്പം. സമയമില്ല. അട. അട. ആലിപ്പഴം. ആലിപ്പഴം വായിക്കൊണ്ടെന്ന് എടുത്തിട്ട്. ആലിപ്പഴം ഐസിന്റെ ഇതല്ലേ? അല്ല, അത് അത്തിപ്പഴാണ്. വേഗം. അവല്. അവല്. ആ, അവല്. വേഗം. സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇനി അരിപ്പത്തിരി ഉണ്ടായിരുന്നു. അരിപ്പത്തിരി, അരവണ, അലുവ. ഇനി അടുത്തത് ദീപനാണ്. OTT-ൽ മാത്രം റിലീസ് ചെയ്ത 5 മലയാള സിനിമകൾ 2021. മണി ഹിസ്റ്റ്. മലയാള സിനിമകള് മറ്റേ ഒന്നുമില്ല. വെള്ളം. വെള്ളം OTT അല്ല. അല്ല, തിയേറ്റർ റിലീസ് ആയിരുന്നു. എല്ലാം കണ്ടല്ലോ. ഇല്ല, ഞാൻ പറയാം. ഇത് ടൈം ഔട്ട് ആയി. മാലിക് ഉണ്ടായിരുന്നു, ജോജി ഉണ്ടായിരുന്നു, ഹോം ഉണ്ടായിരുന്നു. ടെൻഷൻ ആക്കുന്നുണ്ട്. ഞാനോ? എടാ, ഇത് റാപ്പിഡ് ഫയർ ആണ്. എനിക്കൊരു ടെൻഷൻ ആവുന്നു. അടുത്തത് മാൻവിയാണ്. ആയിൽ തുടങ്ങുന്ന 5 അടുക്കള ഉപകരണങ്ങൾ. അതൊരിക്കലും പറയില്ലായിരിക്കും. അടപ്പ്. എന്തിന്റെ? അടപ്പ്. സമയമില്ല, റാപ്പിഡ് ഫയർ ആണ്. വേഗം കിട്ടണ്ടേ? ടൈം ഔട്ട്. അടുപ്പ്, അമ്മിക്കല്ല്, ആട്ടുകല്ല്, പിന്നെ അരിപ്പ. ചേച്ചി കുറച്ചല്ലേ ഈ ആരിയിൽ കയറി പിടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ദീപന ചാൻസ് ആണ്. സ്ഥലപ്പേര് വരുന്ന 5 സിനിമാ പേരുകൾ മലയാളം. കോട്ടയം കുഞ്ഞച്ചൻ. വെരി ഗുഡ്. സമയം. സ്ഥലപ്പേര് വരുന്ന മുക്കാനും പുള്ളനും പാടില്ല. തിരുവില്ലാപുരത്തെ വിശേഷങ്ങൾ. തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. നീ പോയ ഒന്നാമത് സ്ഥലപ്പേര്. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. വാമനപുരം ബസ് റൂട്ട്, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, പിന്നെ മുംബൈ പോലീസ്, അങ്ങനെ കുറെ സിനിമ പേരുകൾ. ഇതൊക്കെ പറഞ്ഞെടുക്കാൻ തന്നെ സമയം എടുക്കും. ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ചോദ്യോത്തരങ്ങൾ? തീർന്നു. ഇതെന്തായാലും നീ തയ്യാറാക്കിയതല്ല. ഞാൻ തയ്യാറാക്കിയതല്ല, ഇത് ഞങ്ങളുടെ പ്രേക്ഷകർ തയ്യാറാക്കിയതാണ്. അപ്പൊ ഇതിൽ ജയിച്ചിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻവി. അപ്പൊ മാൻവി വളരെ വിജയകരമായി ഈ ഗെയിം ജയിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പിറക്കാതെ പോയ എന്റെ അനിയത്തി കുട്ടിക്ക് എന്റെ വക കാറ്റാടി തണല്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ ഓർക്കാനും എന്നെ കറങ്ങും. നന്നായി ഊതണം. നന്നായി ഊതി കറങ്ങും. സത്യം. അപ്പൊ നമ്മുടെ ഈ ഗെയിം സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കാനുണ്ട്. നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാനുള്ള സമയമാണ്. അതിനു മുന്നേ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. രണ്ടുപേരും അടിപൊളി ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എന്താ വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഞാനിവിടെ വന്നിട്ട് ചോദിക്കുന്നത് മോശമല്ലേ? എനിക്കും ആഗ്രഹമുണ്ട്. ഓ, അത് പറ. നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഡാൻസ് അല്ല, ഞങ്ങള് ഡാൻസ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറഞ്ഞു അത് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഡാൻസ് ചെയ്യാം. ഓക്കെ, റെഡി? ഇതുവഴി കാളിന്റെ തടത്തിൽ അരിയൊരു പ്രേമലക്ഷമായി കുളിവിളി തലനെയും നദി തന്റെ ഹൃദയം കുളകം ഞൊറിയുകയായി സുരഭിരമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകാരിൽ വരുമോ ശ്യാമമേഘമേനി സദമപ സ്നേഹദുസ്തുമായി കാളിന്റെ തടത്തിൽ സദമപ പ്രേമലക്ഷമായി.
ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കാനുണ്ട്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ഇന്ന് വരാൻ പോകുന്നത് നല്ല മിടുക്കികളായിട്ടുള്ള 2 പേരാണ്. എനിക്ക് പേഴ്സണലി സന്തോഷമുള്ള എപ്പിസോഡാണ്. കാരണം നിങ്ങളും എൻ്റെ സുഹൃത്തുക്കളാണ്, വരാൻ പോകുന്ന 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എപ്പിസോഡായി മാറിയിരിക്കുകയാണിത്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ഷോ റീൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ, എനിക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മളൊരു ഷോ റീൽ കാണാൻ പോവാണ്. ഞാൻ ഡോക്ടർ പൂജ അന്ന രാജു. ഇതെന്റെ അനിയത്തി പൂജിത മറിയം രാജു. ഞാൻ LLB സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കീഴില്ലം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. 3 വയസ്സ് മുതൽ ഞങ്ങൾ നൃത്തം പരിശീലിച്ചു വരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ടോപ്പ് സ്കോററും സംസ്ഥാന കേരളോത്സവത്തിലെ കലാതിലകവുമായിരുന്നു. ക്ലാസ് മുതൽ പൂജ അന്ന രാജുവിൻ്റെ ആരാധകനാണ്. ഇന്നും ഞാൻ അവളുടെ ആരാധകനാണ്. തക്ക ധിമ്മി, തക്ക ജൊണ്ണു, തക്ക ധിമ്മി. ഇതാണ് എൻ്റെ ഡാൻസ് കളരി. 70ഓളം കുട്ടികൾ ഓൺലൈനായി എൻ്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചു വരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം. ഇത് എൻ്റെ അപ്പ മിസ്റ്റർ രാജു ഐസക്, ഫ്രീലാൻസ് കോപ്പറേറ്റർ ആയിരുന്നു. ഇതെൻ്റെ അമ്മ സിൽവിയ സിസ്കറിയ, സ്കൂൾ ടീച്ചറാണ്. അതെൻ്റെ മോൻ കണ്ണൻ, ആൾ ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ. ഞങ്ങളുടെ അപ്പ, ഞങ്ങളുടെ അപ്പയുടെ ജീവിതവും സമയവും ഒക്കെയാണ് ഞങ്ങളുടെ ഡാൻസ്, ഞങ്ങളുടെ പഠിത്തം, എല്ലാം. അപ്പം ഞങ്ങളുടെ എല്ലാമാണ് ഞങ്ങളുടെ അപ്പ. ഞാൻ മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ഡാൻസ് എൻ്റെ ഏറ്റവും വലിയ പാഷനുമാണ്. റെഡ് കാർപ്പറ്റിലേക്ക് ഇങ്ങനൊരു അവസരം നൽകിയ അമൃത TVക്ക് 1000 നന്ദി രേഖപ്പെടുത്തും. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൂജ, ഇത് പൂജിത, എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ വീട് അടുത്താണ്. LP സ്കൂളും UP സ്കൂളും ഒക്കെ KG 1ാം ക്ലാസ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ഞാനും പൂജയാണ്. ഞാനും പൂജയായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത റോൾ നമ്പർ ആയിരുന്നു. നമ്മൾ അടുത്താണ് ഇരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഡാൻസ് കളിച്ച സോന കിത്തന സോന ഹേ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് കളിച്ചത്. അതെ, ഒരു ബ്ലൂ ഡ്രസ് ഇട്ട് ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറെ ഓർമ്മകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്കൂളിലായി. ആൻഡ് പൂജ ഭയങ്കര നല്ലൊരു ഡാൻസർ ആണ്, പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറയൂ. ഡാൻസ് ചെറുപ്പം മുതലേ ഞങ്ങൾ ക്രിസ്ത്യൻ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ അറിയാലോ, വീട്ടിൽ അങ്ങനെ ഫാമിലി അങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നില്ല ആദ്യമൊന്നും. അപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവരുടെ ഒരു ലൈഫ് ടൈം മുഴുവൻ ഡാൻസ് ഇങ്ങനെ കലോത്സവത്തിലായിരുന്നു പങ്കെടുത്തത്. അപ്പോൾ കലോത്സവങ്ങളിൽ കൊണ്ടു നടക്കാനും എനിക്ക് തോന്നുന്നു കേരളം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ഓടി നടന്ന് പഠിച്ചിട്ടുണ്ട്. അതെ, അതെല്ലാം കൊണ്ടുപോകുന്നത് അച്ഛനാണ്. അച്ഛൻ അതിന് ഒരു മടിയില്ല, ഏത് രാത്രിയാണെങ്കിലും കൊണ്ടുപോകും. പൂജിതയുടെ ഡാൻസ് ഇഷ്ടം വന്നത് ചേച്ചിയെ കണ്ടിട്ടാണോ, അതോ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണോ, സ്വന്തമായിട്ടാണോ, എങ്ങനെയാണ്? ചേച്ചിനെ കണ്ടിട്ടാണ്. കുഞ്ഞുനാൾ മുതൽ ഇവളെ കലോത്സവത്തിന് കൊണ്ടുവരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്ന് പഠിച്ചതാണ്. ഇവരുടെ പ്രാക്ടീസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇവരൊരു ഓഡിറ്റോറിയം ഒക്കെ റെന്റിന് എടുത്ത് അവിടെയൊക്കെ പ്രാക്ടീസ്. കാരണം പൂജയുടെ അച്ഛൻ പറയും സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സ്റ്റേജിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, അത്രയ്ക്കാണ്. അപ്പൊ നമുക്ക് ഇവരുടെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്ത പേരൻസിനെ കൂടി നമുക്ക് പരിചയപ്പെടാനുള്ള സമയമാണ്. അപ്പൊ നമസ്കാരം, 2 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പൂജയുടെ അച്ഛൻ. പറയൂ. എൻ്റെ ഒരു പാഷനാണ് പിള്ളേരെ കലാകാരികളാക്കണം, കലാകാരന്മാരായി വളർത്തുക എന്നുള്ളത്. എല്ലായിടത്തും അവരുടെ ഫോട്ടോയും അവരുടെ നൃത്തങ്ങൾ കാണാനൊക്കെ എപ്പോഴും ആഗ്രഹമുള്ള ഒരാളാണ്. വേണമെന്ന് എനിക്കൊരു. എത്ര വയസ്സിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തേ? 3.5, 4 ഞാനിത് ചോദിക്കാൻ കാരണം ഞാനിപ്പോ ഒരു അച്ഛനാണ് 2 വയസ്സുള്ള മകളുടെ. അപ്പൊ ഇപ്പോഴേ തുടങ്ങണം. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു പ്രചോദനം. അതെ. പറയൂ ചേച്ചി, പറയൂ. എന്താണ് ഇപ്പൊ നമ്മൾ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഇവർ 2 പേരും കണ്ടിട്ട് എന്താ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു മോളെ. അപ്പോൾ എനിക്ക് ഡാൻസ് കാരണം പഠിത്തം പോവോ ടെൻഷൻ, അങ്ങനെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പഠിച്ചൊരു നിലയിൽ എത്തണം, അവൾക്ക് തന്നെ ഒരു ഇൻകം വേണം.
ഒരു ഗവൺമെൻറ് ജോബ് തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പോൾ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ LP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പോഴാണ് അതിന് മുന്നിട്ടിറങ്ങി ഡാൻസ് പഠിച്ചാലൊന്നും പഠിത്തം പോയില്ല, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കൂടെ നിന്നു. വളരെയധികം സന്തോഷം. അടിപൊളി. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് വന്നിട്ടില്ല. ഹസ്ബൻഡിനും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡിനും ഒരു താങ്ക് യു ഞങ്ങൾ പറയാണ്. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? പൂജിതയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഡാൻസ് കളിക്കാൻ റെഡി അല്ലേ? ഇന്ന് ഏത് ഡാൻസ് പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടി? നാദരൂപിണി ശങ്കരി, അങ്ങനെ ഒരു സെമി ക്ലാസിക്കലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കാം. റെഡി? താങ്ക് യു.
ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതായത് ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് ഓൾമോസ്റ്റ് ഒരു 10 years ആയിക്കാണ് ഞാൻ പൂജയുടെ പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ട് കളിച്ചു. വരൂ മാൻവി, ദീപൻ വരൂ. പറയൂ ദീപൻ, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും എനർജി. അതെ അതെ അതെ, എടുത്ത് പറയണം. എന്താ പറയുന്നത്, ഭയങ്കര ഡിവൈൻ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഡിവൈൻ പെർഫോമൻസ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ. അപ്പം ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസിനെ കാണാനും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ സന്തോഷം. ഇനിയാണെങ്കിലും അങ്ങനെ തന്നെ തുടരട്ടെ. അപ്പോൾ രണ്ടുപേരുടെയും ജോലിയും അതുപോലെ ഫാമിലി ലൈഫൊക്കെ നന്നായി നടക്കട്ടെ. ഈ കരിയറും LLB ഒക്കെ പഠിച്ച് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ബാക്കി നമുക്ക് അവിടെ തിളങ്ങാം. നമുക്ക് ഒരു ചടങ്ങും കൂടി ഉണ്ട്. അതായത് നമ്മൾ അമൃത TV നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവർക്കൊരു ടാബ് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ 2 ചടങ്ങും, അതായത് ഇവർക്കൊരു സമ്മാനമുണ്ട്, ടാബും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇവരുടെ സമ്മാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുട്ടിയെ വിളിക്കാം അല്ലേ. നമ്മുടെ ടാബ് ഇപ്രാവശ്യം നമ്മൾ നൽകാൻ പോകുന്നത് ഒരു മിടുക്കി കുട്ടിക്കാണ്. സോ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പറയൂ അശ്വതി, എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളിലും ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ടാബ് തരാൻ പോവാണ്. അതുകൊണ്ട് പഠിച്ച് എന്താവണം എന്നാണ് ആഗ്രഹം? ടീച്ചർ ആവണമെന്നാണ്. ടീച്ചർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ടീച്ചർ ആവാനുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു സ്നേഹ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അതുപോലെ ഓർമ്മകൾ എല്ലാം ഇവിടെ പങ്കിടാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ മാൻവിയും ദീപനും വന്നു, പൂജയും വന്നു, പിന്നെ ഇന്ന് കിട്ടിയ പുതിയ സുഹൃത്ത് അശ്വതി. എല്ലാവരുടെയും വിശേഷങ്ങളും ഗെയിംസും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ, വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, പക്ഷെ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ടും പുതിയ പെർഫോമേഴ്സുമായിട്ട് ഞാൻ വരും. ആൻഡ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും ഭാഗമാവണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.